ഈശോയിലെ ഡ്രസ്സിനാന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഈശോ സ്വന്തം നാട്ടിലേക്ക് വന്ന് അവിടെ സിനഗോഗിൽ പഠിപ്പിക്കുന്നതാണ്. ഈശോയുടെ പഠനം കേട്ടപ്പോൾ അല്ലെങ്കിൽ ഈശോയുടെ പഠിപ്പിക്കലുകൾ കേട്ടപ്പോൾ ഈശോയുടെ വചനങ്ങൾ കേട്ടപ്പോൾ ആ നാട്ടുകാരാകെ ആശ്ചര്യപ്പെടുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇവന് ഇത്രമാത്രം അറിവ് എവിടെ നിന്നാണ്? സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനല്ലേ, ഇവൻ മറിയത്തിന്റെ മകനല്ലേ, മറ്റവരുടെയൊക്കെ സഹോദരനൊക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ട് ചുമ്മാ അവനിൽ അവർ ഇടറി എന്നാണ് സുവിശേഷം നമ്മളോട് പറയുന്നത്. അതായത് ഈശോയുടെ വചനങ്ങൾ കേൾക്കുമ്പോൾ അവർ ഈശോ ഇങ്ങനെ ചെറുതാക്കി കാണുകയാണ്. അവൻ സാധാരണ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നൊരു പയ്യൻ, അവൻ എവിടുന്നാണ് ഇത്രമാത്രം അറിവും ജ്ഞാനവും ഒക്കെ കിട്ടിയെന്ന് ചോദിച്ചിട്ട് അവനിൽ ഇടറി എന്നാണ് സുവിശേഷം പറയുന്നത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഏറ്റവും ഒടുവിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്. എന്നോട് പറയുകയാണ്, ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് അവരിൽ രോഗശാന്തി നൽകാനല്ലാതെ മറ്റത്ഭുതങ്ങളൊന്നും അവിടെ പ്രവർത്തിക്കാനായിട്ട് അവന് സാധിച്ചില്ലെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിക്കും, ഈശോയ്ക്ക് ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. സുവിശേഷം പറയുകയാണ്, അവരുടെ വിശ്വാസരാഹിത്യ നിമിത്തം അവിടെ വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് അവന് സാധിച്ചില്ല. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷം നമ്മൾ പഠിക്കുന്ന വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഇടപെടണം എന്നുണ്ടെങ്കിൽ നിനക്കുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് വിശ്വാസമാണ്. ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടെങ്കിലേ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ ദൈവത്തിൽ കൂടുതലായിട്ട് വിശ്വസിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് നമുക്ക് അനുവദിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട്